വെൽക്കം ബാക്ക് ടു ക്ലിക്ക് ഓൺ വീക്കെൻഡ് അറേബ്യ. ദൈവനാമത്തെ പെയിൻറ്റിങ്ങുമായി ചേർത്ത് നിർത്തുക, അവിടെയാണ് നൂർ എന്ന കലാകാരൻ വിജയിക്കുന്നത്. ദൈവനാമത്തിലുള്ള ജീവൻ തുടിക്കുന്ന ക്യാൻവാസുകൾ, അതിലൂടെ നൂർ ആത്മീയ സായുജ്യം തന്നെയാണ് കണ്ടെത്തുന്നത്. ഷാർജ എയർപോർട്ട് ഫ്രീ സോണിൽ തൻ്റേതായ വലിയൊരു കലാപ്രപഞ്ചം തന്നെ കണ്ടെത്തുകയാണ് ഈ ഡൽഹി സ്വദേശി. കുഞ്ഞുനാളിൽ ചെറിയൊരു മരപ്പലകയിൽ തീർത്ത ഒരെണ്ണച്ചായ ചിത്രമാണ് നൂറിന്റെ ജീവിതത്തിലേക്ക് കലയുടെ നറുവെളിച്ചം വീശിയത്. നൂർ ലല നൂർ അഥവാ വെളിച്ചത്തിന്റെ വെളിച്ചമാണ് ദൈവം. അതുകൊണ്ടായിരിക്കാം നൂർ എന്ന കലാകാരൻ സർവശക്തന്റെ തിരുനാമങ്ങളെ തന്റെ ഭാവനാലോകത്തിൽ ഒപ്പം ചേർത്തത്. ഹൃദയത്തിൽ നിന്ന് ബ്രഷിൻ തുമ്പിലേക്കും പിന്നെ ക്യാൻവാസിലേക്കും അസ്മാഉൽ ഹുസ്നയുടെ വർണ്ണവും വെളിച്ചവും ആവാഹിക്കുകയാണ് നൂർ. അള്ളാഹുവിന്റെ 99 നാമവിശേഷണങ്ങളാണ് അസ്മാഉൽ ഹുസ്ന എന്നറിയപ്പെടുന്നത്. ദൈവനാമങ്ങൾ പെയിന്റിംഗ് ലോകമായി തെരഞ്ഞെടുത്ത അപൂർവം ചിത്രകാരന്മാരിൽ ഒരാളാണ് നൂർ. കറുത്തതും വെളുത്തതുമായ ക്യാൻവാസുകളെ ചായങ്ങളിൽ മുക്കുമ്പോൾ കാഴ്ചക്കാർക്ക് ആദ്യം ഒന്നും പിടികിട്ടിയെന്നു വരില്ല. എന്നാൽ ദൈവനാമങ്ങളുടെ അർത്ഥതലങ്ങളെ ആവാഹിച്ച് ഓരോന്നിനും അതിൻ്റെതായ പരിസരങ്ങളെ നൂർ സൃഷ്ടിച്ചു നൽകുമ്പോൾ ആത്മീയതയുടെ 100 പൊഴിക്കുന്ന രചനകൾ പിറവിയെടുക്കുന്നു. ജീവിതം തന്നെ കലയാണെന്ന് വിശ്വസിക്കുന്ന ഈ കലാകാരന്റെ ബ്രഷുകൾക്ക് അതുകൊണ്ട് തന്നെ വിശ്രമമില്ല. It's a long story. I think it dates back to the time when I was almost about 10 years old, and that's when I made my first painting, an oil of almost about a meter by meter and a half, in my summer vacations from school. And that is the time I think I discovered that I really enjoyed everything artistic. ഡൽഹി സ്വദേശിയായ ഇദ്ദേഹം ജന്മനാടിനേക്കാളും കറങ്ങി സഞ്ചരിച്ച ലോകത്തെ മറ്റു രാജ്യങ്ങളെക്കാളും ഇഷ്ടപ്പെടുന്നത് ഷാർജയാണ്. ഷാർജ എയർപോർട്ട് ഫ്രീ സോണിൽ തന്റേതായൊരു ലോകം നൂർ സൃഷ്ടിക്കുമ്പോൾ അതിന് സ്വന്തം ഇച്ഛാശക്തിയുടെ ഊർജ്ജമാണുള്ളത്. I have been reading and researching a lot in terms of the spiritual dimensions, in terms of what a person can actually realize in spiritual terms, and I think that kind of shows in my artwork as well. ശൂന്യതയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വിശേഷണങ്ങൾ ക്യാൻവാസിലേക്ക് പറിച്ചു നടാൻ ഈ കലാകാരൻ വെമ്പുകയാണ്. ദൈവത്തിന്റെ നിയോഗം പോലെ ആരെയും ചിന്തിപ്പിക്കുന്ന നൂറിന്റെ പെയിന്റിങ്ങുകൾക്ക് പകരം വെക്കാനില്ലാത്ത രചനകളായി ചരിത്രം രചിക്കുകയാണ് ഇവിടെ. Then I started to paint 99 names of Allah in my first exhibition in 2004, which was organized by Directorate of Art Sharjah, and at that time it was very new for someone to go out and paint the names of Allah subhanahu wa ta'ala, because most people associate the names in Arabic with Arabic calligraphy, and I was not doing calligraphy, I was painting them, which really meant it was abstract, it was expressionistic, it was trying to explore the realms within the names themselves, and trying to sort of put in emotion of what I feel towards them. I think it was the continuous exploration of this subject over the period of past 12 years, as I said, that alhamdulillah, I have been able to realize some beautiful canvases over a period of years, which have found acceptance by people all over the world, because my paintings really are kind of liked by the international fraternity more than any one particular cultural group or anything like that. ഷാർജ എയർപോർട്ട് ഫ്രീ സോണിലെ തന്റെ ഓഫീസിൽ പലപ്പോഴും ഈ പൂച്ച മാത്രമാണ് കൂട്ടിനുണ്ടാവാറുള്ളത്. പാശ്ചാത്യർക്കിടയിലാണ് നൂറിന്റെ പെയിന്റിങ്ങുകൾക്ക് കൂടുതൽ ആവശ്യക്കാരുള്ളത്.
ഇദ്ദേഹത്തിന്റെ പെയിന്റിംഗ് മാത്രം ആസ്പദമാക്കി ചില ചാനലുകൾ പ്രത്യേക പരിപാടികളും ചെയ്തിരുന്നു. ദൈവത്തിന്റെ കടാക്ഷവും പരിശ്രമവുമാണ് ജീവിത വിജയമെന്ന് നൂർ വിശ്വസിക്കുന്നു. ഇദ്ദേഹം വരയ്ക്കുന്ന ചിത്രത്തിന്റെ അവസാനത്തിലെത്തുമ്പോൾ മാത്രമാണ് അതിന്റെ പൂർണ്ണ രൂപം വ്യക്തമാവുന്നത്. സർവജ്ഞനെന്നർത്ഥം വരുന്ന അലീമും യുക്തിമാനെന്നർത്ഥം വരുന്ന ഹക്കീമും ചേർന്നതാണ് ഈ ചിത്രത്തിന്റെ ആശ്രയ പ്രപഞ്ചം. ദൈവത്തിന്റെ നാമത്തിൽ തീർക്കുന്ന ഈ ക്യാൻവാസുകൾ കലകളെ സ്നേഹിക്കുന്ന നൂറിന്റെ ജീവിതത്തിലെ വെള്ളി വെളിച്ചമാണ്. ദൈവനാമത്തിൽ തുടരട്ടെ ഈ സർഗസൃഷ്ടി. വെൽക്കം ബാക്ക് ടു ക്ലിക്ക് ഓൺ വീക്കെൻഡ് അറേബ്യ. പെരുന്നാളിനൊരുങ്ങുന്ന പ്രവാസ ലോകത്തിൻ്റെ ചില മുദ്രകളാണ് ഞങ്ങളുടെ ക്യാമറാമാൻ ശ്രീകുമാർ പകർത്തുന്നത്. വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. വ്യത്യസ്തമായ ഉള്ളടക്കവുമായി അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും. ഈ എപ്പിസോഡിനെ കുറിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീക്കെൻഡ് അറേബ്യയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. ഗൾഫിലുടനീളമുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ ടെലിഫോണിൽ വിവരം അറിയിക്കാവുന്നതാണ്. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, media1tv.in. വീണ്ടും കാണും വരെ എല്ലാവർക്കും പതിവ് പോലെ നല്ലൊരു അറബ് നമസ്കാരം.